എൻ്റെ പേര് ശ്രീതീർത്ഥ. ആർദ്രയിൽ BSSൻ്റെ 2 കോഴ്സസാണ് ഞാൻ ചെയ്തത്. ഒന്ന് PG ഡിപ്ലോമ ഇൻ മാനേജ്മെൻറ്റ് ഓഫ് ലേണിംഗ് ഡിസോർഡറും മറ്റൊന്ന് PG ഡിപ്ലോമ ഇൻ സൈക്കോളജിക്കൽ കൗൺസിലിങ്ങും. ഞാൻ ആദ്യം ജോയിൻ ചെയ്തത് PG ഡിപ്ലോമ ഇൻ മാനേജ്മെൻറ്റ് ഓഫ് ലേണിംഗ് ഡിസോർഡർ ആയിരുന്നു. ആ ഒരു ക്ലാസ് തുടങ്ങിയ സമയത്ത് തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള കുട്ടികളെ എങ്ങനെ മനസ്സിലാക്കാം, അല്ലെങ്കിൽ അതൊക്കെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് തന്നെ മാം പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ആ ടോപ്പിക്കുകൾ മാത്രമായിട്ട് ജസ്റ്റ് ഇന്നതാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ കോഴ്സിലേക്ക് എക്സാമിന് നമ്മൾ പ്രിപ്പയർഡ് ആക്കാനായിട്ട് ഈസിയാണ്. പക്ഷെ മാം ചെയ്തിരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സിലബസിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാതെ കുറച്ചും കൂടെ ഏരിയാസ് കവർ ചെയ്ത് ഏതൊക്കെ ഫീൽഡിലുള്ള ആളുകൾ നമ്മുടെ അടുത്തേക്ക് വരാം, എങ്ങനെയുള്ളതൊക്കെ ആയിരിക്കാം. അതായത് ഈ ഒരു LDയുടെ കോഴ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും ശരി, കൗൺസിലിങ്ങിൻ്റെ കോഴ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും ശരി, ഏതൊക്കെ തരത്തിലുള്ള ആളുകൾ നമ്മളുടെ അടുത്തേക്ക് എത്താൻ ചാൻസ് ഉണ്ട് എന്ന് മാമിൻ്റെ ഓൺ എക്സ്പീരിയൻസിൽ നിന്ന് തന്നെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. ഒരു LDയുടെ കോഴ്സ് ചെയ്യുന്ന സമയത്ത് കൗൺസിലിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് മാമിൻ്റെ ക്ലാസ്സുകളിലൂടെയാണ് ഞാൻ കൂടുതലും മനസ്സിലാക്കിയത്. അപ്പോൾ കൗൺസിലിംഗ് കൂടെ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ ഈ ഒരു ഫീൽഡിൽ എനിക്ക് നിൽക്കാൻ സാധിക്കും, അല്ലെങ്കിൽ കുറച്ചും കൂടെ കുട്ടികളെ എനിക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളൊരു ഫീലിംഗ് വരികയും ഞാൻ കൗൺസിലിംഗ് കൂടെ കോഴ്സും കൂടെ ഒപ്പം ചെയ്യുകയായിരുന്നു. ഈ 2 കോഴ്സസിൻ്റെ കാര്യത്തിലാണെങ്കിലും ശരി, മാമിൻ്റെ ഒരു ക്ലാസ് ടൈം എന്ന് പറയുന്നത് നമ്മളുടെ കൺവീനിയൻസ് ആയിരുന്നു. മാക്സിമം നമ്മളുടെ കൺവീനിയൻസിനനുസരിച്ചിട്ടായിരുന്നു മാം ക്ലാസ്സസൊക്കെ സെറ്റ് ചെയ്തിരുന്നത്. വളരെ ബിസി ഷെഡ്യൂൾഡ് ആയിരുന്നു മാം ആ സമയത്തൊക്കെ. എങ്കിൽ കൂടിയും മാമിൻ്റെ തിരക്കുകളെല്ലാം മാറ്റി വെച്ചുകൊണ്ട് തന്നെ നമ്മൾക്ക് ഇമ്പോർട്ടൻസ് തന്നുകൊണ്ട് നമ്മളുടെ സൗകര്യത്തിന് മാം ക്ലാസ്സസ് കണ്ടക്ട് ചെയ്യാൻ മാക്സിമം ശ്രമിച്ചിരുന്നു. പിന്നെ മാം ക്ലാസ് എടുക്കുന്ന സമയത്ത് കുറേ എക്സാമ്പിൾസിലൂടെയാണ് നമുക്കെല്ലാം പറഞ്ഞു തന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു തിയറികൾ നമ്മൾ ചിലപ്പോൾ പെട്ടെന്ന് മറന്നു പോകാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഈ എക്സാമ്പിൾസിലൂടെ പറഞ്ഞതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമുക്കത് ഇപ്പോഴും മെമ്മറൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ മാം വളരെ ഏതൊരു സിറ്റുവേഷൻ വന്നാലും മാം വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടായിരുന്നു മാം എപ്പോഴും ആ ഒരു സിറ്റുവേഷൻസ് ഓവർകം ചെയ്തിരുന്നത്. നമുക്ക് വേണ്ടിയിട്ട് ഒരുപാട് എഫേർട്ട് മാമിൻ്റെ ഒരു ഭാഗത്തു നിന്ന് മാം ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട്. നമ്മൾക്ക് തരുന്ന പോർഷൻസ് ആണെങ്കിലും ശരി, അല്ലെങ്കിൽ നമ്മുടെ സിലബസ്, അതായിരുന്നു എനിക്ക് മെയിനായിട്ട് ആ ഒരു ആർദ്രയുടെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. വൈഡായിട്ട് ഒരുപാട് ആ ഒരു ഏരിയ ഓൾമോസ്റ്റ് ഒരു PG ഡിപ്ലോമയുടെ കോഴ്സ് എന്ന രീതിയിലല്ല അവിടെ ശരിക്കും ക്ലാസ്സസ് എടുത്തിരുന്നത്. കുറച്ചുകൂടെ PG ലെവലോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ലെവലിലാണ് നമുക്കിവിടെ ക്ലാസ്സസ് കിട്ടിയിരുന്നത്. പല പല പോയിൻറ്റ്സുകൾ നമുക്ക് അവിടെ ഇവിടെ ഒക്കെ ഇങ്ങനെ മാം ഇട്ട് തന്നിരുന്നു. നമുക്ക് വേണമെങ്കിൽ അത് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഡെവലപ്പ് ചെയ്യാം. വെറുതെ ഒരു PG ഡിപ്ലോമ മതി എന്നുണ്ടെങ്കിൽ നമുക്ക് ആ കോഴ്സ് ആ ഒരു തന്ന സിലബസ് അല്ലെങ്കിൽ ആ ഒരു സ്റ്റഡി മെറ്റീരിയൽ വെച്ചുകൊണ്ട് നമുക്ക് പഠിച്ചാൽ നമുക്കത് പാസ്സാവാൻ പറ്റും. പക്ഷേ അതിൽ നിന്നല്ലാതെ നമുക്ക് കുറച്ചും കൂടെ നോളജ് അക്വയർ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിൽ മാം ഒരുപാട് പോയിൻറ്റ്സുകൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് തന്നെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഓരോ ഹിൻറ്റുകൾ ഇട്ട് തരുന്നുണ്ടായിരുന്നു. അത് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ രീതിയിൽ ഓൺ ലെവലിൽ വേണമെങ്കിൽ നമ്മൾക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകാം. അല്ലെങ്കിൽ മാമിനോട് നമുക്ക് സംശയമായിട്ട് ചോദിക്കുകയാണെങ്കിൽ മാം അത് ക്ലിയർ ചെയ്ത് തരാനായിട്ട് ഏത് സമയത്തും മാം വില്ലിങ് ആയിരുന്നു. അതിപ്പോൾ ഏതൊരു സമയമാണെങ്കിലും ശരി, ലേറ്റ് നൈറ്റ് ആണെങ്കിലും ശരി, ഏർലി മോർണിംഗ് ആണെങ്കിലും ശരി, മാം എപ്പോഴും അത് വില്ലിങ് ആയിട്ട് നമ്മൾ കോൾ ചെയ്താലും അതുപോലെ തന്നെ മെസ്സേജ് ചെയ്താലും മാം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ വേറെ ഏതൊരിടത്ത് പോയി പഠിക്കും. ഞാൻ ആർദ്രയിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇങ്ങനത്തെ കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്ന കുറേ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഞാൻ എൻ്റെ അറിവിലേക്ക് വന്നു. പക്ഷേ അവിടെ പഠിച്ചിരുന്നവരെ എല്ലാം വെച്ച് അവരുടെ എക്സ്പീരിയൻസൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ആർദ്രയാണ് ബെസ്റ്റ് എന്ന് തോന്നി. ഞാൻ ചെന്നെത്തിയ സ്ഥലം നല്ല സ്ഥലം തന്നെയാണ് എന്നെനിക്ക് ഫീൽ ചെയ്തത് ഈ ഒരു കോഴ്സ് പഠിച്ച് കഴിഞ്ഞപ്പോഴാണ്. കാരണം നമുക്കൊരാളുടെ അസിസ്റ്റൻ്റായി പോകാതെ അല്ലെങ്കിൽ ഒരു ട്രെയിനി ആയി പോകാതെ തന്നെ നമുക്ക് ഇൻഡിവിജ്വലായിട്ട് ആ ഒരു ഫീൽഡിൽ നിൽക്കാനുള്ളൊരു കോൺഫിഡൻസും ആ ഒരു നോളജും തന്നത് ആർദ്രയാണ്. അങ്ങനെ ഒരു ലെവലിലേക്ക് എന്നെ എത്തിച്ചതിന് ആർദ്രയ്ക്കും ഷബിത മാമിനും ഒരുപാട് താങ്ക്സ്.